നമസ്കാരം, വെൽക്കം ടു വിന്യസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. AMV നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ് മാസം വരാൻ പോകുന്ന 16 പുതിയ നോട്ടിഫിക്കേഷനകത്ത് AMV നോട്ടിഫിക്കേഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായ കാര്യമാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ എക്സാമിന് എങ്ങനെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ പഠിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വിശദമായിട്ടൊരു വെബിനാർ നമ്മൾ ഈ വരുന്ന ആഴ്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗസറ്റ് വിജ്ഞാപനം മെയ് മാസത്തിൽ അവസാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂൺ ആദ്യത്തേക്ക് നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 30 ദിവസമായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന സമയം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഡൗട്ട് എന്ന് പറയുന്നത് ഹെവി ലൈസൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണോ വേണ്ടോ എന്നുള്ള കാര്യമാണ്. പലർക്കും ഇപ്പോഴും അതിനകത്തൊരു വ്യക്തതയില്ല. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് അവസാന ദിവസം അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം ജൂലൈ 1 ആണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ജൂലൈ 5 ആണെന്ന് സങ്കല്പിക്കുക, പോട്ടെ ജൂലൈ 10 ആണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രൊഫൈലിൽ കയറുമ്പം ഇനി എലിജിബിൾ എന്നായിരിക്കും കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ പോസ്റ്റിന് എലിജിബിൾ അല്ല എന്ന് കാണിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലൈസൻസ് ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല. സോ നിങ്ങൾ ഹെവി ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം ആ ഹെവി ലൈസൻസിന്റെ ലൈസൻസ് നമ്പർ ഉണ്ടല്ലോ, ആ പുതിയ ലൈസൻസ് നമ്പർ, ആ നമ്പർ ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ PSC പ്രൊഫൈലിനകത്ത് ആഡ് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന്റെ അവസാന ദിവസത്തിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അല്ലാതെ എക്സാം കഴിഞ്ഞിട്ട് ലൈസൻസ് കൊടുത്താൽ മതിയോ? അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലൈസൻസ് വേണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ AMV എക്സാം അല്ലെ കഴിഞ്ഞ വട്ടം നടന്ന AMV എക്സാം ഒക്കെ എഴുതിയ ആൾക്കാരാണ് എന്ന് നിങ്ങൾ അങ്ങനെ അപ്പോൾ ലൈസൻസിന്റെ കാര്യം നോക്കാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് എടുത്ത് നോക്കുക. വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ആണോ എന്ന്, അതായത് കാലാവധി കഴിഞ്ഞിട്ട് പുതുക്കാതെ വെച്ചിരിക്കുന്ന ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, പണി കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈസൻസ് എടുത്ത് നോക്കുക. വാലിഡിറ്റി ഇൻ കേസ് വാലിഡിറ്റി തീർന്നെങ്കിൽ അതൊരു ലളിതമായ പ്രോസസ്സാണ്. ഒരു വർഷം ആയിട്ടില്ല, വാലിഡിറ്റി കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചടങ്ങൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് പുതുക്കാൻ വേണ്ടി പറ്റും. ഇനി 1 ഇയർ കഴിഞ്ഞെങ്കിൽ അതിന് വേറെ പ്രൊസീജിയർ ഉണ്ട്, അതും നിങ്ങൾ നോക്കുക. വാലിഡ് ഹെവി ലൈസൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ലൈസൻസിന്റെ നമ്പറൊക്കെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ലൈസൻസ് കഴിഞ്ഞ എക്സാമിന് വേണ്ടി എടുത്ത ആൾക്കാരൊക്കെ ചിലപ്പം ലൈസൻസിന്റെ വാലിഡിറ്റി കഴിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാച്ച് നമ്മൾ ജൂൺ 1 ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ബാച്ച് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അതെന്താണെന്നുള്ള വിശദമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. AMV എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 22/5/2026 വെള്ളിയാഴ്ച രാത്രി 8 മണിക്കാണ് നമ്മൾ ആ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. രാത്രി 8 മണിക്കാണ് സൂമിലായിരിക്കും വെബിനാർ വരുന്നത്. സോ ഈ വെബിനാറിനകത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും ഷെയർ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഹോൾഡേഴ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അവരുടെയൊക്കെ ഒരു രീതി എങ്ങനെയായിരുന്നു, നമുക്ക് അതിനോട് ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് ക്ലാസ്സുകൾ ഉള്ളവരെ നിങ്ങൾക്കറിയാം. ആദ്യത്തെ 100-ൽ 25 ഉദ്യോഗാർത്ഥികളുണ്ട്. ഇതുവരേക്കും അഡ്വൈസ് പോയ 121 അഡ്വൈസുകളിൽ 25 ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ജോലി കയറിയിരിക്കുന്നത്. സോ അവരൊക്കെ എങ്ങനെയാണ് പഠിച്ചത്, അതിനകത്ത് ഓരോ വ്യക്തികളെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഓഫ്ലൈനിലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്, അവർ പഠിച്ച രീതി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ 3 അധ്യാപകരാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവർ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഫസ്റ്റ് കമന്റിലോ ഒരു ലിങ്ക് ഉണ്ടാവും, അതൊന്ന് ഫില്ല് ചെയ്യുക. നിങ്ങളെ വെബിനാറിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. 22-ാം തീയതിയാണ് വെബിനാർ വരുന്നത്. 22/5/2026 8 മണിക്കാണ് വരുന്നത്. സോ ഇനി നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ പുതിയൊരു ബാച്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ആ അഡ്മിഷൻസിനകത്ത് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റഡി പ്ലാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് ആ ഒരു ഡീറ്റെയിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും ആപ്പിന്റെ ഇന്റർഫേസ് വരുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ വന്നാൽ ഈ സക്സസ് സ്റ്റോറീസിന്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സക്സസ് സ്റ്റോറീസിനകത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാന്നുണ്ടെങ്കിൽ റാങ്ക് നമ്പർ 4, റാങ്ക് നമ്പർ 5, 39, 40, പിന്നെ നമുക്ക് വാട്ടർ അതോറിറ്റി എയുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ 3ാമത്തെ റാങ്ക്, 10ാമത്തെ റാങ്ക്, താഴോട്ട് കുറേ റാങ്ക് ഹോൾഡേഴ്സിന്റെ വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവരൊക്കെ എങ്ങനെയാണ് പഠിച്ചത് നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് ഏകദേശം വീഡിയോ ആണെങ്കിൽ ഒരു ഐഡിയ കിട്ടും. ഇനി അത് കൂടാതെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
നിങ്ങൾ ഈ ഇന്റർഫേസിനകത്ത് നിന്ന് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തതാണെങ്കിൽ മൈ കോഴ്സസ് നോക്കുക, അല്ലെങ്കിൽ കേരള PSC ഓപ്ഷൻ എടുക്കുക. എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് AMVA കോഴ്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ 3 സെക്ഷൻസ് ആണ്: ഓവർവ്യൂ, അതുപോലെ കണ്ടന്റ്, അതുപോലെ ഡെമോ വീഡിയോസ്. ഓവർവ്യൂ വായിച്ചു നോക്കുക, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. ഇനി കണ്ടന്റ് ഓപ്ഷൻ ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സിലബസ് എല്ലാം ഇവിടെയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ഫോൾഡറിനകത്തായിരിക്കും ഓട്ടോമൊബൈലിലെ ക്ലാസ്സസ് കംപ്ലീറ്റ് വരുന്നത്. ജോബ് റിലേറ്റഡ് ആണ്, അതിനകത്താണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് വരുന്നത്. താഴെ ഒരു ഫോൾഡർ ഉണ്ട്, MCQ ഡിസ്കഷൻ ലൈവ് ആൻഡ് റെക്കോർഡ്. അതായത് നമ്മൾ സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ലൈവ് MCQ ഡിസ്കഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ജൂൺ 1-ാം തീയതിയാണ് ഫസ്റ്റ് ലൈവ് വരാൻ വേണ്ടി പോകുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ IC എഞ്ചിൻ ക്ലാസ്സസ് 1 to 4 MCQ ഡിസ്കഷനും കണ്ടിട്ട് വരാൻ പറയും. അപ്പോൾ നിങ്ങൾ ആപ്പിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ IC എഞ്ചിന്റെ ക്ലാസ് കാണാൻ വേണ്ടി പറ്റും. സോ IC എഞ്ചിന്റെ ക്ലാസ് ഇവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓപ്പൺ ആക്കുമ്പോൾ IC എഞ്ചിൻ കാണാൻ പറ്റും. ഈ IC എഞ്ചിന്റെ ക്ലാസ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 1 and 2 പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ MCQ ഡിസ്കഷൻ, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 3, 4ന്റെയും കൂടെ MCQ ഡിസ്കഷൻ, പിന്നെ ഈ പറഞ്ഞ ഇത്രയും ക്ലാസ്സുകളുടെ നോട്ട്. ഇതിന് മുകളിൽ കുറച്ച് എക്സാംസ് ജനറലൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. IC എഞ്ചിന്റെ ക്ലാസ് 1 ഒരു 39 മിനിറ്റും 19 സെക്കൻഡുള്ള വീഡിയോ ആണ്. IC എഞ്ചിൻ ക്ലാസ് 2 40 മിനിറ്റും 53 സെക്കൻഡുള്ള ക്ലാസ്സസ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഡെമോ ക്ലാസ്സിൽ ഫ്രീ ആക്സസ് കിട്ടുന്ന ക്ലാസ് ആണ്. ഈ ക്ലാസ് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ ഈ 2 ടോപ്പിക്കിൽ നിന്ന് മാത്രമുള്ള MCQ ഡിസ്കഷൻ ആണ്. 29 മിനിറ്റ് 41 സെക്കൻഡുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ടോപ്പിക്കിന്റെ MCQ ഡിസ്കഷൻ വളരെ വിശദമായിട്ട് നമ്മൾ ഇത് സൊല്യൂഷൻസ് നമ്മൾ പറയുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ വരുന്നുണ്ട്. പിന്നെ IC എഞ്ചിൻ 3, 4 ആണ് ഇവിടെ വരുന്നത്. 23 മിനിറ്റ് വീഡിയോ, 39 മിനിറ്റ് വീഡിയോ, പിന്നെ അതിന്റെ MCQ ഡിസ്കഷൻ 22 മിനിറ്റ് 55 സെക്കൻഡിന്റെ വീഡിയോ. സോ ഇതിന്റെ നോട്ട് ഇങ്ങനെയാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി പ്ലാൻ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻസ് പഠിച്ച് തീർന്നിട്ട് ഫസ്റ്റ് ജൂൺ 1-ന് നമുക്ക് അതിന്റെ ലൈവ് സെഷൻ രാത്രി 9 മണിക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ആപ്പ് ത്രൂ തന്നെ ആയിരിക്കും ലൈവ് വരുന്നത്. ലൈവിൽ നമുക്ക് MCQ ഡിസ്കഷൻ തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നത്. വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഈ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ജൂൺ 1 വരെ കാത്തിരിക്കണോ? വേണ്ട. പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കും നിങ്ങളുടെ മെന്ററായിട്ട് ഉണ്ടാവുക. സോ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ തരും. ആ സമയത്ത് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്താൽ, ഓട്ടോമൊബൈൽ പഠിപ്പിക്കുന്ന സാർ ആരാണോ അവരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ലോ മോഡിലാണ്. ഒരുപാട് ക്ലാസ് ഒന്നുമില്ല. നിങ്ങൾ നോക്കിയേ, ഈ നമ്മളിപ്പം തന്നെ അഡ്മിഷൻസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുക, അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ ജൂൺ 1 വരെ ഈ ഒരു പോർഷൻ പഠിച്ചാൽ മതിയോ? പോരാ. അത് നമ്മളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അതിനകത്ത് അതിനെക്കാട്ടിയും കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്ലോ ലേണേഴ്സിനെയും അതുപോലെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന എല്ലാവരെയും കൺസിഡർ ചെയ്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു 2 ദിവസം മുന്നേ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഇത് പഠിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കണ്ട, വെറുതെ നിൽക്കണ്ട. നിങ്ങൾ ഒന്നുകിൽ റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത പോർഷൻസ് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ നോക്കി സ്റ്റഡി പ്ലാൻ 2-നകത്ത് അടുത്ത മോർ ടെസ്റ്റും ഇവിടെ കമ്പസ്റ്റന്റ് ക്ലാസ് 1 to 3 വരുന്നത്. അതുപോലെ ഓട്ടോമൊബൈലിലെ സിംഗിൾ ആൻഡ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻസിന്റെ ക്ലാസ്, എഞ്ചിൻ കൺസ്ട്രക്ഷന്റെ ക്ലാസ്, ഇതങ്ങ് പഠിച്ചു പോവുക. ഇപ്പൊ നിങ്ങളിപ്പോൾ നാളെ ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കണ്ടോ? ഈ വീഡിയോ ഡ്യൂറേഷൻ ഒക്കെ തന്നെ വളരെ കുറച്ച് ഡ്യൂറേഷനേ ഉള്ളൂ. 39 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ഉള്ളതേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ നിങ്ങൾ വീണ്ടും എക്സ്ട്രാ പഠിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും പെട്ടെന്ന് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാന്റെ സ്റ്റാർട്ടിങ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസിന്റെ രീതി. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫോൾഡർ ഓപ്പൺ ചെയ്താലും പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ കാണാൻ പറ്റും, ആരാ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓട്ടോമൊബൈലിലെ ക്ലാസ്സിൻ്റെ ഉണ്ട്, ജോബ് റിലേറ്റഡ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രീ ആക്സസ് നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റും. ഇത് ആരാ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് ക്ലാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഡെമോ ടാബ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ഡെമോ ടാബ് ഉണ്ട്. ഡെമോ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെമോ ക്ലാസ്സുകളെല്ലാം തന്നെ കാണാൻ വേണ്ടി പറ്റും. സോ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാനോട് ബന്ധപ്പെട്ട ഇത് സ്റ്റഡി പ്ലാന്റെ ഫസ്റ്റ് മന്ത് ജൂൺ മാസത്തിലെ സ്റ്റഡി പ്ലാന്റെ കുറച്ച് പോർഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് കിട്ടും. ആ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. സോ കോഴ്സിന് ചേരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ റിസൾട്ട് കമ്പയർ ചെയ്ത് നോക്കുക, ക്ലാസ്സിന്റെ ക്വാളിറ്റി നോക്കുക. ഫീസ് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇതിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും. കഴിഞ്ഞ വട്ടത്തെ 121 അഡ്വൈസ് ആണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. 25 ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ആൾക്കാർ. അവരുടെ വ്യക്തമായിട്ട് ഫോട്ടോയും ഡീറ്റെയിൽസും ഇന്റർവ്യൂ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയുന്നവരോട് ചോദിക്കുക, എങ്ങനെയൊന്നും ചോദിക്കുക, ക്ലാസ്സിന്റെ ക്വാളിറ്റി വിലയിരുത്തുക. അതിനുശേഷം മാത്രം ഫീസ് അടച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ മതിയാവും. ഒരിക്കലും ഫീസ് മാത്രം കമ്പയർ ചെയ്ത് തീരുമാനം എടുക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്, എത്രമാത്രം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്, എത്രമാത്രം ഡൗട്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.